ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെസ്സേജ് ആണ്, ഒത്തിരി മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്. നമ്മുടെ ബോട്ടിലില്ലേ, ഇത് കുഞ്ഞു ബോട്ടിലിന് എങ്ങനെയാ കോർക്ക് ഉണ്ടാക്കുക, അതായത് ടോപ്പ് എങ്ങനെയാ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഒരുപാട് പറഞ്ഞാൽ ഒത്തിരി മെസ്സേജുകൾ എല്ലാവർക്കും റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ എന്തായാലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് എനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ചൂരലില്ലേ, ചൂരൽ വടി, വളയുന്ന ടൈപ്പ് വടിയുണ്ട്. ഇത് നമുക്ക് എവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂജാ സ്റ്റോറുകൾ ഉണ്ടാവും. പൂജയുടെ സ്റ്റോറുകളിലാണ് ഈ വടി വാങ്ങിക്കാൻ കിട്ടുക. ഇതിന് ഒന്നിന് 10 രൂപ 5 രൂപയൊക്കെയാണ് ഈ ഒരു വടിയുടെ റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പെൻസിലില്ലേ, പിള്ളേരുടേത് പെൻസിൽ കട്ട് ചെയ്തിട്ടും നമുക്ക് ഇതിനുള്ള ടോപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഗ്ലിസറിൻ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ഈ ഗ്ലിസറിൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടോപ്പ് ഇട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ ഫംഗസ് വരും. അപ്പം ടോപ്പ് കേട് വന്നുപോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ ചൂരൽ കൊണ്ട് കോർക്ക് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൂരൽ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ആ സമയത്ത് എന്താവും, ഇതിന്മേലുള്ള ആ ഒരു കളർ വ്യത്യാസമുള്ളതൊക്കെ പോയി കിട്ടും. ഇത് ഉണങ്ങിയതാണ് കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം. നമുക്ക് സാൻഡ് പേപ്പർ ഇല്ലെങ്കിൽ പ്രശ്നമില്ല, നമ്മുടെ കത്തിയില്ലേ, കത്തി എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിനുസാക്കി കൊടുത്താൽ മതി. കാരണം ഇതിന് ചില സൈഡുകളിൽ ഒരു തോല് പൊളിഞ്ഞിട്ടൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സാൻഡ് പേപ്പർ യൂസ് ചെയ്തത്. സാൻഡ് പേപ്പർ കടയിൽ വാങ്ങിക്കാൻ കിട്ടുന്നത് 10 രൂപ 12 രൂപ അങ്ങനെ എന്തോ റേറ്റ് വരുന്നത്. ഏത് സാൻഡ് പേപ്പർ ആയാലും മതി, പ്രത്യേക സൈസൊന്നും ഇല്ല. അപ്പം നമ്മൾ എടുത്തു വെച്ച ചൂരൽ ഒരു 6 സെൻറ്റിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഒരു ആക്സോ ബ്ലേഡോ കത്തിയോ മതി. ആക്സോ ബ്ലേഡ് എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഒരു 6 സെൻറ്റിമീറ്റർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കത്തി വെച്ചിട്ടാണെങ്കിൽ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് പെട്ടെന്ന് കട്ടാവുന്ന ഒരു സാധനമാണ് ചൂരൽ. 6 സെൻറ്റിമീറ്റർ നമ്മളിത് അതിൻ്റെ മേലെ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മളൊരു കത്തി യൂസ് ചെയ്തിട്ട് ഒരു സൈഡ് കുറച്ചൊന്ന് ഷാർപ്പായി കൊടുക്കുക, അതായത് ബോട്ടിൻ്റെ അകത്തേക്ക് കയറുന്ന രീതിക്ക്. അപ്പോൾ അതേ ഒരു ഭാഗം ഷാർപ്പായിട്ടും ഒരു ഭാഗം നോർമലായിട്ടും കിടക്കുന്നത്. അപ്പോൾ ഈ ഷാർപ്പായ ഭാഗം നമ്മുടെ നേരത്തെ ഉപയോഗിച്ച സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ചൂരൽ യൂസ് ചെയ്യുന്നത് തന്നെ, നമുക്കിത് നോർമലി വീട്ടിലുണ്ടാക്കുന്നവർക്ക് ഏത് ടൈപ്പ് എടുത്താലും മതി. പക്ഷെ ഇത് ഫംഗസ് വരാൻ ചാൻസ് കൂടുതലാണ് മറ്റ് പീസുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങളിതൊരു ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ സെയിൽ ചെയ്യാനൊക്കെയാണ് പരിപാടിയെങ്കിൽ ചൂരൽ യൂസ് ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് വൃത്തിയാണ്. നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ ഈ ചൂരലിൻ്റെ കോർക്കായിരിക്കും ഏറ്റവും ബെറ്റർ. ഇത് പെയിൻറ്റ് ചെയ്യാനും സുഖമാണ്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഈ ഒരു കോർക്ക് നമുക്കിതിനൊന്ന് ഇട്ട് നോക്കാം. ഇത്ര ഭംഗിയിലാണ് ഈ ചൂരലിൻ്റെ കോർക്ക് ഇട്ടുണ്ട് നമ്മുടെ ബോട്ടിലാവുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്ക് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കായിരിക്കും. അത്രയ്ക്ക് ഭംഗിയായിരിക്കും. കാരണം ആ ചൂരലിൻ്റെ ടോപ്പ് പോർഷനൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിനുസപ്പെടുത്തിയാൽ മതി. അപ്പം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് കോർക്കുണ്ടാവും. ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പെൻസിലില്ലേ, പിള്ളേരുടെ പെൻസിൽ കൊണ്ടും ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു നമ്മുടെ കോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, അവർക്ക് അറിയാമായിരിക്കും. പക്ഷെ അറിയാത്ത ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ചെയ്യുന്നു എന്ത് ടൈപ്പ് മെറ്റീരിയലാണ് നമുക്ക് കോർക്കിന് യൂസ് ചെയ്യുന്നത്. പല ടൈപ്പുകളും ഉണ്ട്. ചില ആളുകൾ കടലാസ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കടലാസുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ചെയ്യില്ല. നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കത് ലാസ്റ്റ് ചെയ്യില്ല, ഉപകാരത്തിലില്ല. കുറച്ച് കഴിയുമ്പോഴേക്ക് അത് കേടുവന്നു, ഉറപ്പായിട്ടും കേടുവന്നു. അപ്പം കഴിയുന്നതും ഈ ഒരു ചൂരൽ ടൈപ്പ് കിട്ടുമെന്ന് നോക്കാം. കിട്ടുന്നത് കട ഞാൻ പറഞ്ഞെന്നില്ലേ, നമ്മുടെ പൂജാ സ്റ്റോറുകളിലാണ് ചൂരൽ പെട്ടെന്ന് കിട്ടുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മൾ അടുത്ത ദിവസം വ്യത്യസ്തമായ ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.